ഹലോ. അപ്പോൾ ദേ എൻ്റെ മുടിയുടെ അവസ്ഥ കാണുന്നുണ്ടല്ലോ അല്ലേ. ഞാനിത് ഷൂട്ട് കഴിഞ്ഞ് ഒരു 3 ദിവസത്തെ ഷൂട്ടും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നലെ എത്തിയതേ ഉള്ളൂ. ഇന്നലെ എത്തിയിട്ട് തന്നെ ഓർക്ക ശരിയായിട്ടില്ല. അതുകൊണ്ട് കണ്ണും മുഖവും മുടി നല്ല ഡാമേജ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ ഹീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഹീറ്റ് പ്രൊട്ടക്റ്റൻ്റ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഹീറ്റ് യൂസ് ചെയ്യുമ്പോഴും പിന്നെ അത് എന്തൊക്കെയോ ഒരു ഡ്രൈ ആണ്. അപ്പം ഞാൻ ഇന്നലെ വന്നപ്പോൾ തന്നെ ഫുൾ എണ്ണ തേച്ച് കുളിച്ചു. ഞാൻ ഷാമ്പൂ ഒന്നും ചെയ്തില്ല, നല്ലോണം എണ്ണ തേച്ച് കുളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് എന്തെങ്കിലും ഒരു മാസ്ക് ആക്കി നമുക്ക് ഷാമ്പൂയിലിട്ട് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് മാസ്ക് ഉണ്ടാക്കാം. മാസ്കിന് വേണ്ടി ഞാൻ ഓട്സ് പൊടിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് എന്താ പറയുക, വേപ്പില കറിവേപ്പില അല്ലാത്ത വേപ്പ്. ഇത് കുറച്ച് തുളസീൻ്റെ ഇല. ഇത് രണ്ടും ഓപ്ഷനാട്ടോ. ഇത് വെറുതെ എനിക്ക് ഇവിടെ ഇല്ലോണ്ട് ഞാൻ വിചാരിച്ചു വെറുതെ ഇത് വെറുതെ ആക്കുന്നില്ലേ അതാക്കാന്ന്. അത് കൂടാണ്ട് നമുക്ക് തൈരുണ്ട്. അപ്പം കുറച്ച് പൊടിച്ചെടുത്തോണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഈ വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ലീവ്സ് അതും കൂടി ഇട്ടിട്ട് അതും കൂടി അങ്ങ് പൊടിച്ചെടുക്കാന്ന്. എന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പം എല്ലാം കൂടി അങ്ങ് ഒരുമിച്ച് ആയിക്കോളും. അല്ലാതെ ഇത് വേറെ തന്നെ ഇടുണ്ടല്ലോ. അപ്പോൾ വേപ്പിൽ പൊടിച്ചതിൽ തന്നെ ഞാൻ ഈ ലീവ്സും കൂടി ഇടണം. ലീവ്സ് അത്യാവശ്യം ഞാനൊരു 4-5 ഇതെടുത്തിട്ട് ഇത് ഞാൻ ആക്ച്വലി ഒരു ഫേസ് പാക്കും കൂടി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും എടുത്തിന്. പക്ഷെ ഇപ്പം എൻ്റെ മൂഡ് പോയി. അപ്പം ഫേസ് പാക്കായിട്ട് എൻ്റെ ഹെയർ മാസ്ക് ഒന്നുമില്ല, വാങ്ങിയ ഹെയർ മാസ്കുകളൊന്നുമില്ല. അപ്പം പക്ഷെ ഫേസ് മാസ്ക് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഫേസ് മാസ്കിന് അത് ചെയ്യാം. എൻ്റെ മുഖത്താണെങ്കിൽ ഓൾറെഡി ഒരു കുരുവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫേസ് മാസ്ക് അത് ചെയ്യാം. അതൊരു നീമിൻ്റെ ഫേസ് മാസ്ക് തന്നെയാണ്, അത് ചെയ്യാം. ഹെയർ മാസ്ക് ഇത് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇതിൽ ഓട്സ്, വേപ്പില, തുളസി ഇത്രയിട്ട് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം വേപ്പിലൊരു ചൊയയുണ്ടാവും, കയ്പുണ്ടാവും. അപ്പം അത് വീട്ടിൽ ഒരു പ്രശ്നമാണെങ്കിൽ അതൊരു പ്രശ്നമാകുമല്ലോ. അപ്പോൾ ഞാനിതൊരു ബോൾ, അതുപോലെ ബോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ബൗൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അത് എന്തിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമില്ല, പ്ലാസ്റ്റിക്കോ എന്ത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ വേപ്പ് എടുക്കുന്നതുകൊണ്ട് അതിന് കുറച്ചൊരു ചൊയ ഉണ്ടാവും. അപ്പോൾ പിന്നെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ആ ചൊയ ഇഷ്ടപ്പെടില്ലെങ്കിൽ അതൊരു പണി കിട്ടും. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാം. ഞാൻ ആദ്യം നമ്മുടെ പൊടികൾ ഇടുകയാണ്. നല്ല സൂത്തിങ് ആണ്. കുറച്ച് ഫ്രീ എല്ലാം ആക്കും. പക്ഷെ ഡ്രൈ സ്കാൽപ്പില്ലവർക്ക് ഇത് ഡ്രൈ ആക്കും തോന്നുന്നു. എൻ്റെത് ഡ്രൈ സ്കാൽപ്പാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് തൈര് തലയിൽ ചെയ്യാൻ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ തൈരും ചെയ്തിട്ട് ഇതൊക്കെ ഉപയോഗിക്കാവോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കുറച്ച് പാലും, ഇത് അമ്മേൻ്റെ പാലാണ്. അപ്പം ഞാനിത് കുറച്ച് പാൽ എനിക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ വേണ്ടുന്നവർക്ക് ഹണി, തേനാണ് ഉദ്ദേശിച്ചത്. തേൻ ചെയ്യാം. അപ്പം തേൻ നല്ലതാണ് മുടിക്കെന്ന് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി തലയിൽ എണ്ണ ഉള്ളതുകൊണ്ടാണ്. അപ്പം നിങ്ങളെ തലയിൽ എണ്ണ ഇല്ല എന്നാണെങ്കിൽ ഇതിലേക്ക് എണ്ണ ഇടണം. കോക്കനട്ട് ഓയിൽ, ഏത് ഓയിൽ, കോക്കനട്ട് ഓയിൽ നല്ലതാണ്, ഒലീവ് ഓയിൽ നല്ലതാണ്, ആൽമണ്ട് ഓയിൽ നല്ലതാണ്. വേറെ ഒരു ഓയിലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത്രയും നല്ലതാണ്. റോസ്മേരി ഉണ്ടെങ്കിൽ റോസ്മേരി ഉണ്ടത് വേണമെങ്കിലും ചെയ്യാം. ഇതൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുമെന്നോ എനിക്കറിയില്ല. ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇത്രയും ചെയ്യാം. പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് ഇടാം. അതല്ലേ ഞാൻ എൻ്റെ പണിക്കുവരിയിൽ എത്തിയിട്ടുണ്ട്. അതേ ഈ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ. അതായത് തലയിൽ നിൽക്കണം. ഇങ്ങനെ എന്നെ ഇപ്പോൾ ഞാൻ പണ്ട് ഹെന്ന ചെയ്തിട്ടുണ്ട് പാർലറിൽ പോയിട്ട്. അപ്പോൾ അവർ ഈ മുടി ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് ഇവിടെ ഇങ്ങനെ ക്രൗൺ ചെയ്ത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ എനിക്ക് നമ്മൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഞാനെന്നിച്ച് ഇവിടെ ഒരു ക്ലിപ്പ് ഓൾറെഡി കുത്തി. പക്ഷെ ഇത് എൻ്റെത് എത്തിയില്ല. ഞാൻ 3 സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത് മതിയായില്ല. അപ്പോൾ കുറച്ചുകൂടി എടുക്കണമായിരുന്നു. മോസ്റ്റ് 20-30 മിനിറ്റ്സ് ആയി. ഫുള്ളി അങ്ങനെ ഉണങ്ങൂല, കാരണം അങ്ങനെ ഡ്രൈ ആവില്ല. അത് കുറേ നേരം നിന്നാലോ നിങ്ങൾ ഇതെൻ്റെ. അപ്പം നമുക്ക് കുളിച്ചിട്ട് കാണാം. ഹലോ, ദേ കുളിച്ച് വന്നു. ഞാൻ അധികം തോർത്തിയില്ല, കാരണം അങ്ങനെ തോർത്തിയിട്ടില്ല, അത്രേ ഉള്ളൂ. ദേ കുളിച്ച് വന്നതേ ഉള്ളൂ. ഓൾമോസ്റ്റ് ഇത് കുറച്ചൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഉള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടോ കുഞ്ഞു സാധനങ്ങളുണ്ട്. ഇതൊക്കെ മറ്റേ ഈ വേപ്പിലേൻ്റെ പീസസാണ്. അത് ഞാൻ കുറേ കഷ്ടപ്പെട്ട് കളഞ്ഞ് കാട്ടി ഉണ്ടായിന്. അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും ചിലപ്പോൾ നല്ലത്, കാരണം വലിയ പണിയെടുക്കണ്ട. അല്ല നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പോകും. ഇതിപ്പോൾ നാളത്തേക്ക് മുടി ഫുൾ ഉണങ്ങിയിട്ടുണ്ടല്ലോ, വാരുമ്പോൾ ഇതെല്ലാം അങ്ങ് പോയിക്കോളും. അപ്പോൾ ഇതാണ് മൈ ഹെയർ കെയർ റൂട്ടീൻ. ക്ഷണിച്ചു ഇതായിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.